ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് നമ്മൾ പോകുന്നത് പഴനിയിലോട്ടാണ് കേട്ടോ. ഞാൻ ഏറെ കാലം എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം ഞാൻ നടപ്പിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് മന്ത് പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് മുരുകൻ്റെ അനുഗ്രഹം കൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തി, അച്ഛൻ, അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ പഴനിയിലേക്ക്. നമ്മൾ ഹോട്ടൽ ശരണിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളിയായിരുന്നു അവിടെ. ഞാനിവിടെ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പതർച്ച ഉണ്ടാവും, കാരണം മൈക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. എനിവേയ്സ്, നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹോട്ടൽ ശരവണ ഭവനിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഇത് കണ്ടില്ലേ, ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെയും. അങ്ങനെ നമ്മളത് ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇത് സിസ്റ്ററിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവൾ പൊങ്കലായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് അവളുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തന്നിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നെയ് റോസ്റ്റായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ എനിക്ക് തോന്നുന്നു മസാല ദോശയും തോന്നുന്നുണ്ട്, എനിക്ക് വലിയ ഓർമ്മയില്ല. എനിക്ക് ഇവിടുത്തെ ടീ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ടീ ശരിക്കും നമ്മുടെ അതിൽ കുറച്ച് അട മിക്സ് ചെയ്ത പാലട തന്നെ, അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ടീക്ക്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ടീ. അങ്ങനെ ഞങ്ങളിതാ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നത് ഇനി ഹോട്ടലിലോട്ട് തന്നെയാണ് കേട്ടോ. തിരിച്ച് പോകും വഴി ഇതാ വഴിയോരത്ത് ഇതുപോലെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മല്ലിപ്പൂ, കുറച്ച് എന്തൊക്കെയോ അനിയത്തി വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ എങ്ങോട്ടാണ് വാങ്ങിച്ചതെന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു സോഡ, ഗോലി സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലെത്തി റെഡി ആവുകയാണ് ചെയ്തത്. നമ്മൾ ഈവനിങ് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി, ഇതാ എൻ്റെ അനിയത്തി അവൾ റെഡിയായി, പിന്നെ അച്ഛൻ. അങ്ങനെ ഇതാ റൂമൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്. ആദ്യം നടന്നു പോകാമെന്ന് വിചാരിച്ചു, പിന്നെ ഈ വെയിലിൻ്റെ തീവ്രത കാരണം നമ്മൾ ഓട്ടോ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഓട്ടോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇത് റിസപ്ഷൻ കൗണ്ടറിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ ഒരു കുങ്കുമം. അപ്പോൾ ഞാൻ എന്തായാലും നിൽക്കുകയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുങ്കുമൊക്കെ തൊട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇത് അച്ഛൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇത് പിന്നെ ഞാൻ അനിയത്തിയുടെ പിന്നെ ഇല്ല, അവളെ എസ്തെറ്റിക്കായിട്ട് എടുക്കുന്നുള്ളൂ. അവളെ ഫേസൊന്നും അധികം കാണാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കണ്ടില്ലേ വെയിൽ. അങ്ങനെ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതാ ഓട്ടോ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോയിൽ കയറി നമ്മൾ മുരുകനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ എൻ്റെയും അതുപോലെ തന്നെ അശ്വതിയുടെ അനിയത്തിയുടെയും ആദ്യത്തെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ ഒരു ലോങ് ആയിട്ടൊരു ടെമ്പിളിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പഴനി മലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫോൺ അങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ, അലോ ചെയ്യില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കാനേ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ ഫ്രീ ബസ് ഉണ്ട് ടെമ്പിളിൻ്റെ അടുത്ത് വരെ പോകാൻ. അപ്പം ഞങ്ങളിതാ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ് വന്നു. നമ്മൾ ട്രെയിനൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. നമ്മൾ നടന്ന് മല കയറണം എന്നായിരുന്നു നേർന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ കയറി അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു നമ്മൾ. അങ്ങനെ പിന്നെ ഈ സിസ്റ്ററിനും അവളെ അച്ഛനാണെങ്കിൽ കാലിൽ സ്റ്റീൽ ഇട്ടതുകൊണ്ട് അച്ഛനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അനിയത്തിക്ക് ലിഗമെൻ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അപ്പം നമ്മൾ ട്രെയിൻ ഇവർ 2 പേരും അതിൽ പോയിക്കോളാൻ ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അങ്ങനെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് കേട്ടോ 3 പേരും പോയി വന്നത്. ആ ഫുട്ടേജ് ഒന്നും നമുക്കിതിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നന്നായി കണ്ടു ഇപ്രാവശ്യം മുരുകനെ. കുറേ നേരം ക്യൂ നിന്നെങ്കിലും നന്നായി കണ്ടു തൊഴുതു. അങ്ങനെ മടങ്ങി നമ്മൾ. ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് എന്താ പറയുക, ഭയങ്കരമായിട്ട് ദാഹിച്ചു, ക്ഷീണമായി. അങ്ങനെ നമ്മൾ സർബത്തൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനും അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു കുതിര സവാരിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവിടെ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അച്ഛൻ ഇത് ആദ്യത്തെ ടൈമാണ്, അതുകൊണ്ട് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളുടെ പഴനി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് നൈറ്റ് ഞങ്ങൾ പോകും. അങ്ങനെയാണ്, നൈറ്റാണ് നമ്മൾ കൊച്ചിയിലോട്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുരുകൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞാനെൻ്റെ പുതിയ ഒരു സംരംഭം തുടങ്ങുകയാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹവും ദൈവം എനിക്ക് തരുന്നതിനുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അടുത്ത തവണ എന്തായാലും വരും എന്നുള്ളൊരു പ്രോമിസും കൂടി കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. ഇപ്രാവശ്യം ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്നെങ്കിൽ കൂടിയും നമ്മുടെ കാത്തിരിപ്പിന് ഭയങ്കരമായിട്ട് ഫലം കിട്ടി എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്രയും നേരം നമുക്ക് മുരുകനടുത്ത് നിന്ന് തൊഴാനായിട്ട് സാധിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ ഇനി അടുത്ത തവണ നമുക്ക് വരാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു പഴനി യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ.